രാജ്കുമാർ, അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയായോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? നിലവിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ലതിക ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. ഇപ്പൊ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തും. അവരുടെ ഭർത്താവ് കൂടിയായ മന്ത്രി GR അനിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ഹാളിൽ എത്തിയിട്ടുണ്ട്. അവരുൾപ്പെടെ എല്ലാവരെയും സാക്ഷി നിർത്തി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. ഇതാണ് ഈ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടത്. അതേസമയം കൊല്ലത്ത് ചിറക്കര ഗ്രാമപഞ്ചായത്തില് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചത് BJPക്കായിരുന്നു. BJPയുടെ സീറ്റ് പിടിക്കുമെന്നുള്ളതായിരുന്നു ഒരു ധാരണ. പക്ഷേ അവിടുത്തെ സ്വതന്ത്രനെ UDF പിന്തുണച്ചതിലൂടെ അവിടെ UDFനെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. BJPക്ക് അവിടെ ഭരണം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയാണ്. ഇതാണ് നിലവിലെ കൊല്ലത്തു നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. അതേപോലെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിൽ അവിടെ നറുക്കെടുപ്പിലൂടെ തുല്യം LDFനും UDFനും തുല്യ സീറ്റുകളായിരുന്നു. അവിടെ നറുക്കെടുപ്പിലൂടെ UDF അധികാരത്തിൽ എത്തി. ഇതാണ് നിലവിലുള്ള കൊല്ലത്തു നിന്നുള്ള പുതിയ വിവരങ്ങൾ. വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തോ? എപ്പോഴാണ് അതിലേക്കുള്ള നടപടിക്രമങ്ങളൊക്കെ? വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ അത് ത്രിതല പഞ്ചായത്തിൽ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2:30-ക്കാണ്. രാവിലെ പ്രസിഡന്റ് അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പും ഉച്ച കഴിഞ്ഞിട്ടാണ് ഉപാധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പുകൾ നടക്കുക. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ ഉച്ചയ്ക്ക് 2:30-ക്കാണ്. അതിന്റെ നടപടികൾ ഇനി ഇത് പൂർത്തീകരിച്ച ശേഷമായിരിക്കും അതിലേക്ക് കടക്കുക. ഇപ്പോൾ ലതാദേവിയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞോ? നടപടിക്രമങ്ങൾ പൂർത്തിയായോ? ഇപ്പോൾ കൊല്ലം ജില്ലാ പഞ്ചായത്തിലാണ് നമ്മളുള്ളത്. സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അത് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഇപ്പൊ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൊല്ലം ADF സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ്, അദ്ദേഹമാണ് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അദ്ദേഹമാണ് ഇതിന് നേതൃത്വം നൽകുന്നതും. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. ശരി, കൊല്ലത്ത് നിന്നും രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.